ഡേ ഇൻ മൈ ലൈഫ്. അധികം പ്ലാൻ ചെയ്തിട്ടുള്ള വീഡിയോ ഒന്നുമല്ല, ഞാനിങ്ങനെ റാൻഡമായിട്ട് ഇന്നങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചതാണ്. നല്ല മഴയാണ്, എല്ലായിടവും മഴയാണല്ലോ ഇപ്പോൾ. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കിന്ന് അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസം കൂടിയാണ്. ഇന്നത്തെ ഒരു ദിവസം എങ്ങനെ പോവും എന്നുള്ളത് നോക്കാം. അപ്പം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അമിതുടൻ രാവിലെ ഉറക്കമൊക്കെ എഴുന്നേറ്റ് വന്നിരിക്കുകയാണ്. ഹായ് പറഞ്ഞു അമിതുട്ട. പിന്നെയും മഴ പെയ്യാൻ പോവാണോ? രാവിലെ നല്ല മഴയാണെങ്കിലും നമുക്ക് കുറച്ച് മടി തോന്നുമല്ലോ. അപ്പോൾ എനിക്ക് അങ്ങനെ മടി തോന്നുന്നുണ്ട്. പക്ഷേ അങ്ങനെ മടി പിടിച്ചിരിക്കാൻ പറ്റാത്ത ഒരു ദിവസം കൂടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന്. അപ്പോൾ അതുകൊണ്ട് എനിക്കങ്ങനെ മടി പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. അമ്മയുടെ ഒരു സർജറി അപ്ഡേറ്റിൻ്റെ കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്തത്. ഒരുപാട് പേരെന്നോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ഇത്രയും ഡിലേ? ഇപ്പം ഓൾമോസ്റ്റ് 1 മന്ത് ആയല്ലോ സർജറി പറഞ്ഞിട്ട്, എന്താണ് സർജറി കഴിയാത്തത് എന്നൊക്കെ ഒരുപാട് പേരെന്നോട് ചോദിച്ചു. അതിൻ്റെ റീസൺ, അമ്മയെ നമ്മൾ ഇവിടെ പുനലൂർ താലൂക്ക് ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത്. ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് റൂട്ടീൻ ചെക്കപ്പും മറ്റ് നമ്മൾ ടെസ്റ്റുകൾ, നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ ഇങ്ങനെ ഇപ്പം കാർഡിയോ സംബന്ധമായോ അല്ലെങ്കിൽ ഗൈനക് സംബന്ധമായ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുള്ളവരാണെങ്കിൽ മാത്രം ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫിറ്റ്നസ് മേടിക്കണം. പക്ഷേ ഗവൺമെൻറ്റിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കംപ്ലീറ്റ് ചെക്കപ്പ് ചെയ്യും. അതായത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെയും ഡോക്ടേഴ്സിൻ്റെ ഫിറ്റ്നസ് കിട്ടിയാൽ മാത്രമേ ഓർത്തോ സർജൻ സർജറി ആയിട്ട് മുന്നോട്ട് പോകത്തുള്ളൂ. അപ്പോൾ അമ്മയ്ക്കൊരു 6 ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് ഫിറ്റ്നസ് കിട്ടാനുള്ളത്. നമ്മൾ ഓരോ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴായിരിക്കും എന്തെങ്കിലും മൈന്യൂട്ടായിട്ടുള്ള പ്രശ്നം ഉണ്ടെങ്കിലും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ടേ അവർ ഫിറ്റ്നസ് തരത്തുള്ളൂ. അപ്പോൾ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അമ്മയ്ക്ക് ഫിസിഷ്യൻ്റെ ഫിറ്റ്നസ് കിട്ടിയിട്ടില്ല. കാരണം അമ്മയ്ക്ക് ചെറിയ ഒരു ചെസ്റ്റിൽ ഇൻഫെക്ഷനുണ്ട്, ചുമയുണ്ട്. അപ്പം അതിൻ്റെ കുറച്ച് ടെസ്റ്റുകളും സ്കാനുകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്ന് നമ്മൾ TB ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ടായിരുന്നതിൻ്റെ റിസൾട്ട് വരുന്ന ദിവസമാണ്. അപ്പോൾ അത് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ചെസ്റ്റിൻ്റെ സ്കാൻ ചെയ്യണം. കാരണം ഇത് എന്തുകൊണ്ടാണ് ഈ ഇൻഫെക്ഷൻ വന്നത്, എന്തെങ്കിലും അലർജി ആണോ അതല്ല മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളാണോ എന്നുള്ളത് ഡോക്ടറിന് കൺഫേം ചെയ്യണം. എന്നാൽ മാത്രമേ അവർ ഫിറ്റ്നസ് തരത്തുള്ളൂ. അതേപോലെ ഗൈനക്കോളജിസ്റ്റ് ഒരു അബ്ഡമൻ സ്കാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം യൂട്രസിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്നുള്ളത് അവർക്കും കൺഫേം ചെയ്യണം. പിന്നെ നമുക്കിന്ന് കാർഡിയോളജിസ്റ്റിനെയും കാണണം. കാരണം ഇതുവരെ നമ്മൾ കാർഡിയോളജിസ്റ്റിനെ കണ്ടിട്ടില്ല. സോ അവിടെ ചെല്ലുമ്പം ഡോക്ടർ പറയും, കാർഡിയോയുടെ ഡോക്ടർ ഇനി എന്താണ് പറയുന്നത് എന്ന് നമുക്ക് അറിയില്ല. സോ ഇതൊക്കെയാണ് നമ്മളുടെ ഈ ഒരു പ്രോസസ്സ് താമസിക്കാനുള്ള കാര്യം, ഈ സർജറി താമസിക്കാനുള്ള കാര്യം. കാരണം നമ്മൾ ഓരോ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകുമ്പോഴാണ് അവരോരോ ടെസ്റ്റുകളും സ്കാനുകളും ഒക്കെ പറയുന്നത്. ഇതിൻ്റെയൊക്കെ റിസൾട്ട്സ് ചിലപ്പം നമ്മൾ 3-4 ദിവസമൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പം ആ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫർദർ പ്രൊസീജിയറിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ടൊക്കെയാണ് ഇത് ഇത്രയും താമസം എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ കംപ്ലീറ്റ്ലി ഓട്ടത്തിലായിരിക്കും എന്നറിയാവുന്നത് കൊണ്ട് കണ്ണേട്ടൻ തലേന്ന് തന്നെ വന്നിട്ടുണ്ട് അമ്മിയെ നോക്കാൻ വേണ്ടിയിട്ട്. കാരണം കുഞ്ഞിനെ എനിക്ക് ഏൽപ്പിച്ചിട്ട് പോകാൻ വേറെ ആരും ഇപ്പോൾ ഇവിടെ ഇല്ല. മാമനും മാമയൊക്കെ ജോലിക്ക് പോകും. പിന്നെ അമ്മാവൻ മാത്രമേ ഉള്ളൂ. അമ്മാമ്മയുടെ അടുത്ത് നിൽക്കില്ല ഇവൾ. അപ്പോൾ അതുകൊണ്ട് കണ്ണേട്ടൻ വന്നിട്ടുണ്ട്. സോ രാവിലെ ഈ മഴ പെയ്യുന്ന കാരണമാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്. മഴ കുറച്ച് കുറഞ്ഞായിരുന്നെങ്കിൽ അമ്മയെ നമ്മൾ കാറിൽ ലിഫ്റ്റ് ചെയ്ത് കയറ്റണം. അപ്പോൾ അതുകൊണ്ട് മഴയൊന്ന് തോരാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ടൈം കൊണ്ട് ഞാൻ അമ്മയെ ഒന്ന് ഫ്രഷാക്കി ബ്രഷൊക്കെ ചെയ്യിപ്പിച്ച് ഫുഡൊക്കെ കൊടുത്തിരുത്താമെന്ന് വിചാരിച്ചു. മഴ കുറയുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല. പിന്നെയും നല്ല ശക്തമായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് തോന്നപ്പോൾ നമ്മൾ അമ്മയായിട്ട് ഇറങ്ങി. അമ്മി കൂടെ വരണമെന്ന് വാശി പിടിച്ചെങ്കിലും അപ്പ മാനേജ് ചെയ്തു. അങ്ങനെ അപ്പയും മോളും കൂടെയാണ് ഇന്ന് വൈകുന്നേരം വരെയുള്ള അംഗം. ഞാനും അമ്മയും കണ്ണനും കൂടെയാണ് കേട്ടോ പോകുന്നത്. നേരത്തെ പറഞ്ഞ പോലെ പുനലൂർ ഹോസ്പിറ്റലിലാണ്. അമ്മയ്ക്ക് ഇന്ന് അബ്ഡമൻ സ്കാനുണ്ട്. അതേപോലെ അമ്മയുടെ TB ടെസ്റ്റ്, ട്രൂനാറ്റ് എന്നാണ് എൻ്റെ പേര്, അത് നെഗറ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് CT സ്കാൻ ചെയ്യണം ചെസ്റ്റിൻ്റെ. എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കും ഉച്ചയ്ക്ക് 2 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ചോറുണ്ണാൻ ഇവിടെ ഇറങ്ങിക്കയറാനുള്ള മടി കാരണം ഈ ഒരു ചേട്ടൻ്റെയും ചേച്ചിയുടെയും കടയിൽ വന്നിരിക്കുകയാണ്. ഒരുവിധ എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ ചെറുതെ ഒരു ചായയും എന്തെങ്കിലും ഒരു കടി കഴിക്കാമെന്നും പറഞ്ഞാണ് പോയത്. പക്ഷേ ഉണ്ടല്ലോ, നല്ല ഏലക്ക ഇട്ട ചായയില്ലേ, ആ ഒരു മഴ ക്ലൈമറ്റും ഒരു ഏലക്ക ഇട്ട ചായ. പിന്നെ അതേപോലെ അവിടുത്തെ സ്പെഷ്യലാണ് ഈ പഴംപൊരി ഉണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ നല്ല പഴുത്ത പഴവും പുറമേക്കല്ല മുരിഞ്ഞ് ചൂടുള്ള പഴംപൊരി. അതേപോലെ ഈ കട്ട്ലറ്റൊക്കെ അവർ ഫ്രഷായിട്ട് ഉണ്ടാക്കിയാണ്. അപ്പോൾ തന്നെ നല്ല ടേസ്റ്റായിരുന്നു. ഇനി അതുവഴി പോകുമ്പോൾ കഴിക്കണം. അപ്പോൾ അത് കഴിഞ്ഞു നമ്മളിത് തിരിച്ച്
വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ പോയി ചോറുണ്ടിട്ട് നമുക്ക് അപ്പം തന്നെ അടുത്ത ഡോക്ടറെ കാണാൻ ഇറങ്ങണം. വീട്ടിൽ ചെന്ന് പെട്ടെന്ന് ഫുഡ് കഴിച്ചത് അപ്പം തന്നെ ഇറങ്ങി. അപ്പോഴത്തേക്ക് മാമിയും ഹരിക്കുട്ടനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെയും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിലോട്ട് പോകുന്നത്. പുനലൂർ താലൂക്ക് ഹോസ്പിറ്റലും അതേപോലെ തന്നെ കൊട്ടാരക്കര താലൂക്ക് ഹോസ്പിറ്റലും തിരക്കിയപ്പോൾ അവിടെ കാർഡിയോളജിസ്റ്റ് ഇല്ല. അതുകൊണ്ട് നമ്മൾ പ്രൈവറ്റായിട്ട് അരോമ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ കാർഡിയോളജിസ്റ്റിനെ കാണാനാണ് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഒരു എക്കോയും ECG ഒക്കെ എടുത്തു. എല്ലാം നോർമലാണ്. അങ്ങനെ കാർഡിയോളജിയുടെ ഫിറ്റ്നസ് കിട്ടി. ഇനി നമുക്ക് ഫിസിഷ്യൻ്റെയും ഗൈനക്കിൻ്റെയാണ് കിട്ടാനുള്ളത്. അമ്മി എന്താ ചെയ്യുന്നതെന്ന് കാണണ്ടേ? അമ്മി ഇവിടെ കാര്യമായിട്ട് എന്തൊക്കെയോ പടം വരയ്ക്കുകയാണ്. ഇന്ന് പകൽ മുഴുവൻ ഞാൻ ഓട്ടമായിരുന്നതുകൊണ്ട് എനിക്ക് ഇപ്പോഴാണ് അമ്മയുടെ കൂടെ ഇരിക്കാൻ ടൈം കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേ സമയം അവളുടെ കൂടെ ഇരുന്നു. പിന്നെ അമ്മയുടെ വർത്തമാനമൊക്കെ ഇപ്പോൾ കേൾക്കാൻ നല്ല രസമുണ്ട്. ഞാനിങ്ങനെ സംസാരിക്കാൻ കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കും. ഫുഡ് നമ്മൾ വന്നപ്പോൾ പുറത്തുനിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ബ്രോസ്റ്റ് കഴിക്കണമെന്ന് കുറേ നാളായി മനസ്സിൽ ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മലബാർ ഫ്രൈഡ് ചിക്കൻ വാങ്ങിച്ചു. അപ്പോൾ അതാണ് നമ്മുടെ ഡിന്നർ ഇന്ന്. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്നു ഡിന്നർ കഴിച്ചു. ഇന്നത്തെ കലാപരിപാടികൾ നമ്മൾ അവസാനിപ്പിക്കും. സോ ഇന്നത്തെ എൻ്റെ വീഡിയോയും ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും. അതുവരേക്കും നന്ദി, നമസ്കാരം, ബൈ ബൈ.